വൺ ഡേ ടൂർ എന്നാ പറയുന്നത്. എന്തെല്ലാം നടന്നേന്ന് എനിക്കറിയില്ല. അവളെ മുഖം കാണുമ്പോ എന്തൊക്കെയോ നടന്ന പോലെ ഉണ്ട്. മുഖം കണ്ടാ മനസ്സിലാവൂലേ? കളിച്ചിലെല്ലാം പാടുകളുണ്ട്. കളിച്ചതിന്റെ പാട്. അതിന് മുഖത്തെങ്ങനെ പാട്? എന്ത് പാടാ മുഖത്ത് വരണ്ടേ? പിന്നെ അവര് രണ്ടാളില്ലേ, രണ്ടാളും കൂടി മാറി മാറി കളിച്ചതായിരിക്കും. പക്ഷെ അവള് തുറന്നു പറയുന്നില്ല കേട്ടാ. അല്ല, എന്നാ അനുവിന് ശരി ചോദിച്ചുകൂടിയോ എന്തെല്ലാം സംഭവിച്ചു? ഞാൻ ചോദിച്ചു. അപ്പൊ അവൻ പറയാ, നമ്മൾ അങ്ങനെയൊന്നുമില്ല, നമ്മള് ടൂറ് പോയതാണ്. അവളൊന്നും എന്റെ മുഖത്ത് പറയുന്നില്ല. അപ്പൊ എനിക്കൊരു സംശയം. എനക്കറിയാലോ ഇതെല്ലാം നടന്നിട്ടെങ്കിൽ വന്നിട്ടില്ലേ, കാണുമ്പോ മനസ്സിലായില്ലേ. അപ്പൊ അവള് ഇതിനെല്ലാം ഉഷാറാണല്ലേ? ശ്രുതിയാ? ശ്രുതി മാത്രല്ല, അവനും ഉഷാറാണ്. തെളിയിച്ചല്ലേ. മറ്റേ പയ്യനും ഉണ്ടല്ലോ, അവന്റെ ഫ്രണ്ട്. രണ്ടാളും ഇത് ഇവള് ചെറിയ പെണ്ണല്ലേ? ചെറിയ പെണ്ണൊന്നും പറഞ്ഞ കാര്യമില്ല. ചെറുത് വലുതുന്നുണ്ടോ ഇതിന്? എന്താ ഇവളെങ്ങനെ ഒറ്റക്ക് പോയേ രണ്ട് പിള്ളേർപ്പരോ? അവക്കൊണ്ടായിരിക്കും വൺ ഡേ ടൂർ എന്ന് പറഞ്ഞിട്ട് കൂട്ടായിരിക്കും. ചിലപ്പോ അവർക്കും അറിയായിരിക്കും കാര്യങ്ങള്, അറിഞ്ഞോണ്ട് പോയതായിരിക്കും. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പോയത് കുറച്ച് ദൂരെ ഏരിയ. എനിക്ക് അങ്ങോട്ടാകുന്ന സ്ഥലമൊന്നും പറ്റില്ല. ചോദിക്കാൻ പിന്നെ എന്നെ കുത്തി ചോദിക്കേണ്ടത് അവരോട്. അവരോട് ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ലല്ലോ, പിന്നെ ഇങ്ങനെ ചോദിക്കോ? ശരിക്ക് നടന്നതായിട്ട് അനുഭവം തോന്നി. തോന്നി എല്ലാം നടന്നിട്ടുണ്ട്. അത് അവളെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയല്ലേ ഇങ്ങനെ നടന്നു കേട്ടാ. ഞാനെന്ത് ചെയ്യാനാ, ഞാൻ അവളുമായിട്ട് അങ്ങനെ അധികം സംസാരിച്ചിട്ടൊന്നുമില്ലല്ലോ ഇതുവരെ. അപ്പൊ എനിക്ക് കിട്ടും വിചാരിക്കണ്ട. ഇത്രയും പെട്ടെന്ന് എങ്ങനെയാ അവളായിട്ട് ഇങ്ങനെ വൺ ഡേ ടൂർ പോകാനുള്ള കണക്ഷനായ? ഞാൻ പറഞ്ഞിട്ടില്ലേ അവൻ മിടുക്കനാണെന്ന്. പയ്യനെ അനുവിനെ പൊക്കി കണക്കിന് അവൻ മിടുക്കനല്ല, മിടുമിടുക്കനായിരിക്കൂലേ? എന്നെ പൊക്കി കണക്കിന് അവൻ എല്ലാരെയും പൊക്കും. അത്ര നല്ല സ്മാർട്ട് പയ്യന. അല്ല, അത് അനുവിനത് കേട്ടിട്ട് അസൂയ തോന്നുന്നുണ്ടാവൂല്ലേ? എന്തിന്? എനിക്കത് കേട്ടിട്ട് അസൂയ തോന്നുന്നുണ്ടാവൂല്ലേ? അസൂയൊന്നുമില്ല. പിന്നെന്താ? ഞാനിപ്പോ അങ്ങനെ പോയില്ലേ, അസൂയ ഒന്നിന്. നമ്മള് വൺ ഡേ ടൂർ 2-3 വട്ടം പോയില്ലേ? അതുപോലെ എനിക്ക് ഇവരും പോയിട്ടുണ്ടാവും അല്ലേ? പക്ഷെ രണ്ടാള് കൊണ്ട് അവളെ കാണുമ്പോ അങ്ങനെ അനുഭവമൊന്നുമില്ല, നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്. അവളെ കാണുമ്പോ ഒരു നരന്ത് പെണ്ണല്ലേ? അതാണ് എനിക്കും തോന്നിയത്. അവളെ എങ്ങനെ ഇത് കാണുന്നു രണ്ടാളാ? അത്രയൊന്നും ഇല്ലല്ലോ അത് കാണാന്. മറ്റേ ഇവർക്കിൽ വലിയൊന്നും. ചെക്കനാണെങ്കിൽ ഭയങ്കര തടിയും മറ്റേ ഇതുമെല്ലായിട്ട് നല്ല ഉഷാറാണല്ലോ. രണ്ടാള് എന്നെല്ലാം പറയുമ്പോ ഭയങ്കര. അനുവിന് ചോദിച്ചൂടേനോ ഇതെങ്ങനെയാ നമ്മളെ താങ്ങിയാണ്? ഞാൻ ചോദിച്ചിട്ട് അവള് പിന്നെ അയ്യോ ചേച്ചി അതൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആരായി? എങ്ങനെയെങ്കിലും ചോദിച്ചെടുക്ക്. നാളെ എന്താ നാളെ വന്നിട്ടാകുമ്പോ ചോദിച്ചു നോക്കുവോ? ചോദിക്കാറോ നിങ്ങൾ എവിടെയാ പോയി? അല്ല, ചോദിച്ചിട്ടെന്നാ വേണ്ടേ? എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടാ? ആവശ്യമുണ്ടായിട്ട് നല്ലതും അറിഞ്ഞുകൂടെ, അറിയാനൊരു സുഖമല്ലേ? അയ്യോ, എനിക്ക് നേരിട്ടിട്ട് അങ്ങ് ചോദിച്ചാ പോരെ.
ഞാനിത് കണ്ടിട്ടില്ല, അനുവല്ലേ കണ്ടിരുന്നു. അല്ല, നീ നാളെ വന്ന് കാണുമല്ലോ, അപ്പൊ നീ ചോദിച്ചു നോക്ക്. അപ്പളേ പറഞ്ഞ കലയെല്ലാം എന്തിന്റെ കലയാന്ന് ശരിക്കും ഉള്ളത്? ഇത് അവര് ഇത് കൊടുത്തിയാന്ന് തോന്നുന്നു. അതൊരു ചുവന്ന ഇങ്ങനെ പുള്ളി പോലെയാ കണ്ടത്. അനു ചോദിക്കട്ടെ, ഇതെല്ലാം എന്തിട്ടാ വന്നിനോ, ഇതെല്ലാം എന്ത് കലയാണോ? അനക്ക് അന്നെ നാളെ നിർത്തില്ലേ, നീ നാളെ വന്നാല് അവളോട് ചോദിക്കുക. അപ്പൊ അനക്ക് മനസ്സിലായി അവള് ഇത് തന്നെയാ പോയത്. അപ്പൊ പിന്നെ ഇനിയിപ്പോ ചോദിച്ചിട്ട് അവളെ കൂടി കാണാൻ നിർത്തണം. അനു നല്ല ഫ്രണ്ട്സ് ആയിട്ടല്ലേ അവളോട് സംസാരിക്കല്, എന്നോട് പറയൂലേ? ഫ്രണ്ട്സാണെങ്കിലും ഇതെല്ലാം ചോദിക്കുന്നതിന് ഒരു പരിധിയില്ലേ? എന്ത് പരിധി? പിന്നെ അയ്യോ, നീ ഇത് ഈ കളിക്കാനാ പോയി ഞാനിങ്ങനെ ചോദിക്കുവോ? അങ്ങനെ ചോദിക്കാറില്ല, ചോദിച്ചൂടെ? ഇത് ഇതെങ്ങനെ കല, എന്തിന്റെ കലയാണ് ഇത്, എന്തെങ്കിലും ഓടി വരഞ്ഞു പോയിനാ, എല്ലാം ചോദിച്ചൂടെ? എനിക്ക് അവളോട് ഞാൻ പറയാം, ഇങ്ങനെ അനീഷിന് ഒരു കാര്യം ചോദിക്കാൻ പോലും പിന്നെ പറയാ. അപ്പൊ നീ ചോദിച്ചോ കേട്ടാ, നാളെ രാവിലെ വന്നിട്ട് ചോദിച്ചു. അല്ല, ഞാൻ ഇത്രയും കാലമായിട്ട് അനുവിന്റെ മുഖത്തെയാണ് ഏടി ഒരു കലയും കണ്ടിട്ടുണ്ട് ഇത്രയും. അതിന് നീ എപ്പെങ്കിലും അതിനൊക്കെ അങ്ങനെയൊന്നും തന്നിട്ടുണ്ടോ? അതൊക്കെ കലയുണ്ടായാലും. അപ്പൊ നല്ലതാകുമ്പോ കലയെല്ലാം വരുമോ? അത് കുറച്ച് മറ്റേ എന്ന് പറയണ്ടേ, എന്നൊക്കെ പറയായി. അതെല്ലാം കൂടുമ്പാണ് കളിക്കാനുള്ള ആക്രാന്തം കൂടുമ്പാണ് കളിയെല്ലാം ഉണ്ടാവുക. എനിക്ക് അപ്പെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പിള്ളേർക്ക് നല്ലോണം ആക്രാന്തം ഉണ്ടായിരുന്നാ പറയുന്നത്. രണ്ടുപേരും മാറി മാറി ആക്രാന്തവും തീർന്നിട്ടുണ്ടാവും. അതിനൊന്നും പിന്നെ കാണാൻ ഒന്നും ഇല്ലല്ലോ, ആകെപ്പാടെ മുഖം കാണാൻ കൊള്ള, പിന്നെ ഒന്നും ഇല്ലല്ലോ, എല്ലാം ഇരുന്ന് ഏടി ഒന്നും ഇല്ലല്ലോ. അതെല്ലാം അവര് രണ്ടാളും ഉണ്ടാക്കിക്കോളും, നീ ഇപ്പൊ കഷ്ടപ്പെടണ്ട. അല്ല, നിനക്കും കൂടി പോയിക്കൂടിയോ? അറിയെങ്കിൽ പോവുകയോ? അവര് അങ്ങനെ വലിയ കമ്പനി ഇല്ലല്ലോ, കമ്പനി ഞാൻ പോയെന്നെ. നീ കമ്പനി അടിച്ചോളാ, ഞാൻ പരിചയപ്പെടുത്തിയതാണ്. അന്ന് തന്നെ ഞാൻ പരിചയപ്പെടുത്തി രണ്ടോട്ട് സംസാരിച്ച് പിന്നെ ഓളെന്റെ അടുത്ത് സംസാരിക്കുന്നില്ല. അവൻ നിന്റെ പൊട്ടങ്ങളി വേണ്ടിട്ട്. അപ്പൊ ആ പിള്ളേർ ഭയങ്കര സാധനങ്ങളാണല്ലോ. എന്നാല് ഈ രണ്ടാളും സാമർത്ഥ്യമുണ്ട്, നല്ല ബുദ്ധിയുണ്ട്. അതുകൊണ്ട് പെണ്ണിനെ വളച്ചെടുത്ത് കൊണ്ടുപോയി പ്രയോജനപ്പെടുത്തി പറഞ്ഞാൽ മതിയല്ലോ. പെണ്ണിന് പറയണ്ടതിന് പോകണമെങ്കിലും പോകാലോ. ഞാനും ഇയാൾക്ക് പറഞ്ഞില്ലേ, ഒരു ഗൾഫുകാരന്റെ ഭാര്യയാണ് ഞാനും പ്രയോജനപ്പെടുത്തി കേട്ടോ. അതിന് പറയുന്നത് എനിക്കറിയില്ല, ഞാൻ വന്നിട്ടില്ലല്ലോ. ഉള്ളത് കാണിച്ചു തരാൻ പറ്റുമോ? ആരാ ആളെ അതിന് കൊണ്ട് കാണിച്ചു തരാനൊന്നും പറ്റില്ലല്ലോ. പറയുന്നത് ഞാൻ അപ്പടി വിശ്വസിച്ചു. വിശ്വസിച്ചേ പറ്റൂ. എന്നാലും ഇതെങ്ങനെയാണോ ഞാൻ ആലോചിക്കുന്നത്. പെണ്ണിന് ആ പ്രായമാണല്ലോ. പിന്നെ രണ്ട് പിള്ളേര് വിളിച്ചപ്പോ അത് ടൂറ് തല ചിലപ്പോ അവളെ പറ്റിച്ചിരിക്കും. എന്നാലും രണ്ട് ആൺകുട്ടികള് മിക്സ് ചെയ്തിട്ട് തന്നെ ആരെങ്കിലും പോവും. ഓന്നേനെന്നാന്ന് പറഞ്ഞാ ഇതന്നെ ഓളെ കാര്യം നടന്നില്ല. ഇതുകൊണ്ട് ചിലപ്പോ അങ്ങനെയുള്ള ആഗ്രഹം ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കില്ലേ. ആഗ്രഹവും സാധിച്ചു, പിള്ളേരെ ആഗ്രഹവും സാധിച്ചു.